ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് പാവയ്ക്ക മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ കൈപ്പയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ഈ കയ്പ്പ് രസം കാരണം ഇത് ഉണ്ടാക്കാൻ ഒരുപാട് പേർക്ക് മടിയാണ്. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പാവയ്ക്ക നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ച് ചൂടാവുന്നുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. 1/2 ടീസ്പൂൺ കടുക്. അപ്പോൾ ഇവിടെ ഞാൻ 3 സവാള ചോപ്പ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിന് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാം. ഉറപ്പായിട്ടും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഒരുപാട് വേണം, ഈ അളവിൽ തന്നെ വേണം. 3 വലിയ സവാളയാണ്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്. പിന്നെ പച്ചമുളക് പാകത്തിന് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ഒരു പച്ചയും ഒരു ചുവപ്പും ഒരു കളറിന് വേണ്ടിയാണ്. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയാൽ മതി. ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മങ്ങി വരുന്ന വരെ. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്ത പാവയ്ക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 2 ഇടത്തരം സൈസിലുള്ള പാവയ്ക്ക നീളത്തിൽ നടുവേ സ്ലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരു ഒരു സ്പൂൺ വെച്ച് മുഴുവൻ സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതുപോലെ നീളത്തിലുള്ള പീസസ് ആയിട്ട് അരിഞ്ഞു. വേണമെങ്കിൽ ചെറിയ പീസസ് ആക്കാം. ഞാനിതുപോലെ നീളത്തിലാണ് അരിയാറ്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചുരുങ്ങുന്ന വരെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനു മുമ്പ് നമുക്ക് സവാളയും ആ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം മൂടുന്നതിന് മുമ്പ്. അങ്ങനെ 1.5 മിനിറ്റോളം ഇതുപോലെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയപ്പോൾ ഈ കളറായിട്ടുണ്ട്. ഈ ഒരു പാകമാണ് ആവശ്യമുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചട്ടി പിടിച്ചിരിക്കുന്ന സവാള ഒക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ നല്ല കയ്പ്പ് രസമാണ്. ഇതാണെങ്കിൽ ഡാർക്കായിട്ടുള്ള പാവയ്ക്കാണ്, ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ ഒന്നും കൂടി കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനിയും കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഇനി 2 ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഈ ടൊമാറ്റോസും ഉപ്പും ഒക്കെ കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കയ്പ്പ് രസം ഒന്നും കുറഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ടൊമാറ്റോസ് ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോഴാണ് ഉപ്പ് ഞാൻ പാകത്തിന് ചേർക്കുന്നത്. ആദ്യം 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ പഞ്ചസാര. ഇത് ആ ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ടൊമാറ്റോസ് ഒക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് പിന്നെ മൂടി ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ പിടിച്ചിരിക്കുന്ന സവാള ഒക്കെ നന്നായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഇളക്കി അതിൻ്റെ കൂടി ചേർക്കണം. കാരണം അതിന് നല്ല ടേസ്റ്റാണ്. അതൊട്ടും കളയരുത്. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ നേരത്തെ 1/2 ടീസ്പൂൺ ചേർത്തിരുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ വരെയും ഇനിയും ആവാം. വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ആ റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ആ എണ്ണ ഒന്ന് തെളിയണ വരെ ഒന്നും കൂടി കുക്ക് ചെയ്യാം. ഇതോടുകൂടി നല്ലൊരു ടേസ്റ്റായി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാവക്ക മെഴുക്ക് വരട്ടിയത്. ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് വരട്ടിയാണ്. പാവയ്ക്ക ഇഷ്ടമുള്ളവർ ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി പാവക്ക മെഴുക്ക് വരട്ടി. ഞാൻ ഏറ്റവും അവസാനം കുറച്ചും കൂടി ഉപ്പ് ഇട്ടു. കറക്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ ഇത്തിരി പാടായിരിക്കും. പാവയ്ക്ക കഴിക്കുന്ന കുട്ടികൾ ഉണ്ടോ എനിക്കറിയില്ല. എൻ്റെ മക്കൾ കഴിക്കാറില്ല ഇതുവരെ. വലുതാവുമ്പോൾ കഴിക്കുമായിരിക്കും. എനിക്കും ചെറുപ്പത്തിൽ തീരെ ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. പിന്നെ മക്കൾ ഇന്ന് പറയണ കേൾക്കാണ്ടിരുന്നോ, അതോ കെട്ടിയോൻ എന്ന് ചീത്ത പറഞ്ഞോ? എന്നാൽ തീർച്ചയായിട്ടും അവർക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും അറിയട്ടെ, കുറച്ച് കയ്പ്പ് രസം, ഹെൽത്തിനും നല്ലതല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.